ഡി സതീഷിന്റെ പ്രതികരണം വരേണ്ടതുണ്ട്, രമേശ് ചെന്നിത്തലയുടെ പ്രതികരണങ്ങൾ വരേണ്ടതുണ്ട്. ഇനി ഹൈക്കമാൻഡിനാണ് ബാക്കിയെല്ലാം. ഓവർ ടു ഹൈക്കമാൻഡ് എന്ന് പറയുന്ന പോലെ എല്ലാം ഇനി ഹൈക്കമാൻഡ് തീരുമാനിക്കും. എന്തായാലും കാര്യങ്ങൾ ഏകദേശം വ്യക്തമായ ഒരു ട്രെൻഡ് അത് UDF-ന് അനുകൂലമായി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കുറെ എക്സിറ്റ് പോളുകളൊക്കെ പോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. തിരൂരിൽ കുറുക്കോളി മൊയ്തീനാണ് മുന്നിൽ ഉള്ളത്. അങ്ങനെ ഹരിപ്പാട് പിന്നെ തുടക്കം മുതൽ രമേശ് ചെന്നിത്തലയാണ്. 102 വീണ്ടും എത്തിയിട്ടുണ്ട്. UDF വീണ്ടും 102 എത്തിയിട്ടുണ്ട്. 37 സീറ്റ് തന്നെയാണ് LDF ഉള്ളത്. കോഴിക്കോട് മലപ്പുറം ജില്ലകളിലൊക്കെ UDF-ന്റെ തേരോട്ടം എന്ന് വേണം പറയാൻ. കോഴിക്കോട്, മലപ്പുറം, ആലപ്പുഴ, കൊല്ലം, അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ കോട്ടയം, ഇടുക്കി, എല്ലായിടത്തും എറണാകുളം ഒരു ക്ലീൻ സ്വീപ്പ് ഉണ്ടാകുന്നു പല ജില്ലകളിലും എന്നുള്ളതാണ്. 5 ജില്ലകളാണ് VD സതീശൻ പറഞ്ഞത് ക്ലീൻ സ്വീപ്പ് ഉണ്ടാകുന്നു. അവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. കെ സി വേണുഗോപാൽ KPCC ആസ്ഥാനത്തേക്ക് എത്തുന്നു. കോൺഗ്രസ് പ്രവർത്തകർ കാത്തിരിക്കുന്നത് ഒരുപക്ഷെ കെ സി വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നീ നേതാക്കൾക്ക് വേണ്ടിയാണ്. ഇനി കേൾക്കേണ്ടത് എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറെ നമ്മൾ കാത്തിരിക്കുന്നതും. കെ സി വേണുഗോപാൽ ACC ജനറൽ സെക്രട്ടറിയാണ്. സ്വാഭാവികമായും പ്രവർത്തകർ KPCC ആസ്ഥാനത്ത് വലിയ ആഘോഷത്തിലാണ്. അവർക്ക് അത് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു 10 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലെ ആഘോഷമാണ്. ആഘോഷത്തിൽ പങ്കുചേരാനായി രമേശ് ചെന്നിത്തല എത്തിയതിന് പിന്നാലെ അതാ കെ സി വേണുഗോപാൽ എത്തുന്നു. സ്നേഹം കൊണ്ട് ആലിംഗനം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അത്രയധികം സന്തോഷമുണ്ട്. അവിടെ ഒരു തിരിച്ചുവരവ് അതാണ് നമ്മൾ കാണുന്നത്. ശശി തരൂരുണ്ട്, ദീപദാസ് മുൻഷിയുണ്ട്, അങ്ങനെ നേതാക്കളുണ്ട്. ഇനി VD സതീശൻ കൂടിയാണ് ആ ചിത്രത്തിലേക്ക് കടന്നു വരാനുള്ളത്. അദ്ദേഹം കണ്ടോൺമെന്റ് ഹൗസിലാണുള്ളതെന്ന് മനസ്സിലാക്കുന്നത്. അദ്ദേഹം എപ്പോഴാണ് അങ്ങോട്ടേക്ക് എത്തുക എന്നുള്ളതാണ് അറിയേണ്ടത്. KPCC അധ്യക്ഷനെ കെട്ടിപ്പിടിച്ച് സ്നേഹം പങ്കുവയ്ക്കുകയാണ് കെ സി വേണുഗോപാൽ. ഇനി വലിയ തർക്കങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവും, അതൊക്കെ അങ്ങനെ ഉണ്ടാവട്ടെ. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, സാധാരണ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം 10 വർഷം കാത്തിരുന്ന ഒരു വിജയം അത് തന്നെയാണ്. അതിന് തിളക്കം ഉണ്ടാകുന്നത്. അതെ, തിളക്കം കൂടുതലായിരിക്കും. എന്തായാലും 102 എന്നുള്ളതാണ് UDF-ന്റെ കണക്ക്. LDF 37, 40-ൽ താഴേക്ക് LDF ചുരുങ്ങിപ്പോയി എന്നുള്ളത് എടുത്തു പറയണം. 100+ എന്നുള്ള വാക്ക് 102 തന്നെ അത് UDF പക്ഷേ കിതപ്പ് എന്ന് വേണമെങ്കിൽ പറയാവുന്നത് നമുക്കത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴൊക്കെ വലിയ ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ UDF-ന് ആയിട്ടില്ല എന്നുള്ളതാണ്. വലിയ സന്തോഷമാണ്. ഈ KPCC-യിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ട്, നെയ്യാറ്റിൻകര സ്ഥാനത്തിലുണ്ട്, പാറശാല UDF സ്ഥാനാർത്ഥിയാണ്. അങ്ങനെ വലിയ സന്തോഷത്തിലാണ് അവർ. എങ്ങോട്ടേക്ക് എത്തുന്നുണ്ടോ? VD സതീശൻ അല്പസമയത്തിനകം അങ്ങോട്ട് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കണ്ടോൺമെന്റ് ഹൗസിലാണ് അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്നത്. അദ്ദേഹം കൂടി എത്തിയാൽ എനിക്ക് തോന്നുന്നു എല്ലാ നേതാക്കളുമായി ഇനി അവിടെ ആഘോഷമാണ്, ആവേശമാണ്. അവർക്കിനി മറ്റു കാര്യങ്ങൾ പ്രതികരണത്തിലേക്കാണ്. അങ്ങോട്ടേക്ക് എത്തുന്നത് പ്രതിപക്ഷ നേതാവാണെന്ന് തോന്നുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആണോ എന്നാണ് അറിയേണ്ടത്. എന്തായാലും വലിയ തിരക്കാണ്. തിരക്കിനിടയിൽ അതെ VD സതീശനാണ് പ്രതിപക്ഷ നേതാവ്. VD സതീശനാണ് അങ്ങോട്ടേക്ക് എത്തുന്നത്. പ്രതിപക്ഷ നേതാക്കളെല്ലാം അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്, KPCC-യിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവരുടെയൊക്കെ ഒരു തിരക്കൊന്നും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അതെ, ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.